സുഷമ ഷിയാസിന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. പൊള്ളുന്ന പനിയാണല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എത്ര ദിവസമായി ഈ ഗുളിക മാത്രം കഴിച്ച് അടക്കാൻ തുടങ്ങിയിട്ട്? ഗുളിക കഴിച്ചിട്ടുണ്ടല്ലോ, കുറച്ചു കഴിഞ്ഞ് മാറും, നീ സമാധാനമായിരിക്കൂ. ഷിയാസ് സുഷമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗുളികയിലൊന്നും മാറുമെന്ന് തോന്നിയില്ല. ഇത് എത്ര ദിവസമായി? ഗുളിക കഴിക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെ വീണ്ടും വരും. ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സുഷമ ഗ്യാസിൽ ചൂടാക്കാൻ വെച്ച വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഒരു തുണിയെടുത്ത് ഷിയാസിന്റെ ശരീരം തുടച്ചു കൊടുത്തു. നെറ്റിയിൽ ഒരു തുണി നനച്ചിട്ടു. കുറച്ച് കഞ്ഞി കോരിത്തരട്ടെ? ഗുളിക കഴിക്കുന്നല്ലേ, ആരോഗ്യം വേണ്ടേ? സുഷമ ചോദിച്ചു. പനി കുറയട്ടെ, എന്നിട്ട് മതി, ഷിയാസ് അവശ്യ ശബ്ദത്തിൽ പറഞ്ഞു. സുഷമ ഷിയാസ് നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. പതിയെ ഷിയാസ് ഉറങ്ങാൻ തുടങ്ങി. ഷിയാസ് ഉറങ്ങിയെന്നുറപ്പായപ്പോൾ സുഷമ ഒരു നേരിയ പുതപ്പ് ഷിയാസിന്റെ മേലെ പുതപ്പിച്ച് അടുക്കളയിലേക്ക് പോയി. സിങ്ക് നിറഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ ഓരോന്നായി കഴുകി വെച്ചു. കുക്കറിൽ വിസിലടുപ്പിച്ചു വെച്ച കഞ്ഞി വെന്തോ എന്ന് നോക്കി വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. ഉറക്കത്തിനിടയിൽ ഷിയാസ് പിച്ചും പേയും പറയുന്നത് കേട്ട് സുഷമ ഷിയാസിന്റെ അരികിലേക്ക് ചെന്ന് നെറുകയിൽ വീണ്ടും തലോടിക്കൊടുത്തു. തങ്ങളുടെ ആദ്യരാത്രിയെക്കുറിച്ച് സുഷമ അപ്പോൾ ചിന്തിച്ചു. ആദ്യരാത്രിയുടെ യാതൊരു ഒരുക്കങ്ങളും ഇല്ലാതെ ഷിയാസ് വരുന്നതും കാത്ത് ഒരു കുടിസ് ലോഡ്ജ് മുറിയിൽ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഷിയാസിന്റെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചു. ദുരഭിമാനിയായ തന്റെ ഭർത്താവിന്റെ മുഖത്തെ ജാളിത കണ്ടപ്പോൾ ഒരു നിമിഷം താൻ ഷിയാസിന്റെ ബാധ്യതയായോ എന്ന് പോലും ചിന്തിച്ച രാത്രി. ഷിയാസിനെയും കാത്ത് സുഷമ കട്ടിലിരുന്നു. കൂട്ടുകാരെയെല്ലാം പറഞ്ഞയച്ച് ഷിയാസ് ക്ഷീണത്തോടെ തന്റെ മടിയിലേക്ക് വന്നു വീണു. തൊട്ടപ്പോൾ പൊള്ളുന്ന പനി. ഒരു ഗുളിക പോലും തന്റെ കയ്യിലില്ല. അറിയാത്ത നാടും രാത്രിയും. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരുപാട് വിഷമിച്ചു. പനി കൂടി ഇതുപോലെ പിച്ചും പെയ്യും പറയാൻ തുടങ്ങിയപ്പോൾ അവൾ ഷിയാസിനെ അവിടെ കിടത്തി. ഭയത്തോടെ മുറിക്ക് പുറത്തിറങ്ങി. ചിലരുടെ നോട്ടം അവളിൽ ഭയമുണ്ടാക്കിയെങ്കിലും ധൈര്യത്തോടെ അവൾ റിസപ്ഷൻ കൗണ്ടറിലേക്ക് പോയി. അയാളുടെ പക്കൽ നിന്നും ഒരു ഗുളിക വാങ്ങിച്ച് വേഗം മുറിയിൽ വന്ന് ഷിയാസിന് കൊടുത്തു. അവൾ അവന്റെ നെറുകയിൽ പതിയെ തലോടിയപ്പോൾ അവൻ പിച്ചും പേയും പറയുന്നത് നിർത്തിയപ്പോൾ നേരം പുലരുവോളം അവൾ ഷിയാസിന് നെറുകയിൽ തലോടി കൊടുത്തു. ഇന്നും അതുപോലെ അവളുടെ തലോടലിൽ ഷിയാസ് പിച്ചും പേയും പറയുന്നത് നിർത്തിയപ്പോൾ സുഷമ സ്നേഹപൂർവ്വം അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഷിയാസിന്റെ പനി കുറയുന്നില്ല. തീരെ അവശനായ ഭർത്താവിനെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സുഷമ അടുത്ത വീട്ടിൽ പോയി അവിടുത്തെ ചേട്ടനോട് ഒന്ന് കൂടെ വരുമോ എന്നാവശ്യപ്പെട്ടു. പക്ഷേ അകത്തുനിന്നും അവരുടെ ഭാര്യയുടെ അപ്രിയം അവൾക്ക് മനസ്സിലായി. അയാൾക്ക് അവളെ സഹായിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഭാര്യയുടെ മുഖം ഓർത്തപ്പോൾ അയാൾ നിസ്സഹായനായി. വീട്ടുകാരെ ഉപേക്ഷിച്ച് അന്യജാതിക്കാരെ കെട്ടിയതല്ലേ, ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുമ്പോഴേ ഇവറ്റകളൊക്കെ പഠിക്കൂ. സ്നേഹിക്കുമ്പോൾ ആരും വേണ്ട. അവൾ അവിടെ നിന്നിറങ്ങിയതും അകത്തു നിന്നും അയാളുടെ ഭാര്യയുടെ ശബ്ദം ഉയർന്നു. പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരരുതായിരുന്നു എന്നവൾ ചിന്തിച്ചു. തിരിച്ചും വീട്ടിലെത്തിയതും സുഷമ ഒരു ടാക്സി വിളിച്ച് ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ തീരുമാനിച്ചു. ടാക്സി ഡ്രൈവറും സുഷമയും കൂടി ഷിയാസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഷിയാസിനെ പരിശോധിച്ചതും ഡോക്ടർ അയാളെ ICUലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ICUവിന് പുറത്ത് ഭർത്താവിന്റെ വിവരം അറിയാൻ അവൾ അക്ഷമയോടെ കാത്തിരുന്നു. കുറെ നേരം കഴിഞ്ഞ് ഡോക്ടർ സുഷമയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. കൂടെ ആരും ഇല്ലേ? ഡോക്ടറുടെ ചോദ്യത്തിന് അവൾ വേദനയോടെ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. കൂടെ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഷിയാസിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ ഒരൽപ്പം മടിച്ചു. വീട്ടുകാരും ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഞങ്ങളുടെ ഇന്റർകാസ്റ്റ് ലവ് മാരേജ് ആണ്, അതുകൊണ്ട് വീട്ടുകാരും ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. എന്താണെങ്കിലും ഡോക്ടർ തുറന്നു പറഞ്ഞോളൂ, എനിക്ക് ഷിയാസും അവന് ഞാനും മാത്രമേ ഉള്ളൂ. സുഷമയുടെ ധൈര്യപൂർവ്വമുള്ള സംസാരത്തിന് മുന്നിൽ ഡോക്ടർ ഷിയാസിന്റെ രോഗവിവരം പറഞ്ഞു. ഷിയാസിന് കിഡ്നി വീക്കായെന്നും ന്യൂമോണിയ ആണെന്നും വളരെ മോശം അവസ്ഥയിലാണെന്നും ഡോക്ടർ പറഞ്ഞത് കേട്ട് സുഷമയുടെ കണ്ണിൽ ഇരുട്ട് പടർന്നു. ഹൃദയം നിലച്ചതുപോലെ അവൾ തരിച്ചിരുന്നു. പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഷിയാസിന് ഭേദമാകില്ലേ? അവൾ വേദനയോടെ ചോദിച്ചു. കിഡ്നി മാറ്റിവെക്കേ നിവർത്തിയുള്ളൂ, പക്ഷെ ന്യൂമോണിയ വളരെയധികം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നിർത്തി. നമുക്ക് പരമാവധി ശ്രമിക്കാം, കുട്ടി ധൈര്യമായിരിക്കൂ. ഡോക്ടറുടെ വാക്കുകൾക്ക് മുന്നിൽ അവൾ നിയന്ത്രണം വിട്ട് വിതുമ്പി. എത്രയോ ഇതുപോലുള്ള കേസുകളിൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എല്ലാത്തിനും മുകളിൽ ഈശ്വരനുണ്ടല്ലോ, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഡോക്ടർ സുഷമയെ ആശ്വസിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ സുഷമ മുറിയുടെ പുറത്തിറങ്ങി. ആദ്യം തന്റെ വീട്ടിലേക്ക് സുഷമയാണെന്നും ഷിയാസ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടും അവരുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഷിയാസിനെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴും അനുകൂലമായി ഒന്നും സംഭവിച്ചില്ല. സ്വന്തം മോൻ മരണത്തോടടുത്ത് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും
മനസ്സറിയാത്ത അവന്റെ പിതാവിനോട് ആദ്യമായി അവൾക്ക് വെറുപ്പ് തോന്നി. ഇത്രയും വലിയ പാപമാണോ ഞങ്ങൾ ചെയ്തത്? അവൾ ചിന്തിച്ചു. സഹായത്തിന് ആരുമില്ലാതെ, ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ ഒരാളില്ലാതെ അവൾ തനിച്ച് ആ ICUവിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്നു. കുറെ നേരമായല്ലോ ഈ ഇരിപ്പ്, ഒരു ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. തലയുയർത്തി നോക്കിയപ്പോൾ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്ലാസ് ചായയുമായി നിൽക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അയാളെ നോക്കി. എന്റെ അനിയനും അകത്തുണ്ട്, അവൻ ചെറിയൊരു നെഞ്ചുവേദന, ബ്ലോക്ക് ആണെന്നാണ് ഇവർ പറയുന്നത്. അയാൾ കയ്യിലെ ചായ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ഈ ചായ കുടിക്കൂ, വീണ്ടും ആവർത്തിച്ചു. അവൾ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. തന്റെ കൂടെ ആരും ഇല്ലേ? അയാൾ ചോദിച്ചു. ഇല്ല എന്ന് അവൾ തലയാട്ടി. ഹസ്ബൻഡ് ആണല്ലേ അകത്ത്? ഇവിടുത്തെ നേഴ്സിനോട് ഞാൻ ചോദിച്ചിരുന്നു. അവൾ തലയാട്ടി. തകർന്നിരിക്കുന്ന അവളോട് മറ്റൊന്നും ചോദിക്കാൻ അയാൾ തയ്യാറായില്ല. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ICUവിന്റെ മുന്നിലിരുന്നു. ഉച്ച കഴിഞ്ഞതും ഷിയാസിനൊരു മരുന്ന് വാങ്ങണം എന്ന് നേഴ്സ് സുഷമയോട് പറഞ്ഞു. എന്നിട്ട് തന്റെ അനിയനും ഈ മരുന്ന് വാങ്ങാനുണ്ട്, താൻ ഫാർമസിയിൽ പോകുമ്പോൾ ഈ കുട്ടിയുടെ ഹസ്ബൻഡും കൂടിയുള്ള ഈ മരുന്ന് വാങ്ങുമോ? നേഴ്സ് അയാളോട് ചോദിച്ചു. ഹേ വേണ്ട, ഞാൻ പൊക്കോളാം. നേഴ്സ് അയാളോട് ചോദിക്കുന്നത് കേട്ട് സുഷമ പറഞ്ഞു. സിസ്റ്ററെ, ആ ലിസ്റ്റ് ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ പോയി വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ് അയാൾ ആ ലിസ്റ്റ് നേഴ്സിൽ നിന്നും വാങ്ങിച്ചു. സുഷമ ബാഗിൽ നിന്നും പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തു. കുറച്ചു കഴിഞ്ഞതും അയാൾ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു അവൾക്ക് കൊടുത്തു. ഹസ്ബൻഡ് എന്ത് പറ്റിയതാണ്? അയാൾ ചോദിച്ചു. കിഡ്നി വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഇപ്പൊ ന്യൂമോണിയായി. അവൾ വേദനയോടെ പറഞ്ഞു. ഇവിടെയാണോ സ്ഥിരം കാണിക്കുന്നത്? ആദ്യമായാണ്. ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്, അപ്പോഴെല്ലാം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങി കഴിക്കും. ഇത്തവണയും അങ്ങനെ പനി വന്നപ്പോ ഗുളിക കഴിച്ച് കുറയാതെയായി. അവൾക്ക് വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും നിശബ്ദരായി അവിടെയിരുന്നു. നേരം പുലർന്നതും നഴ്സ് വന്ന് സുഷമയെ വിളിച്ചു. ഹസ്ബൻഡ് കാണണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും സുഷമ വേഗം നഴ്സിനോടൊപ്പം അകത്തേക്ക് പോയി. ഷിയാസിനെ കണ്ടതും അവൾക്ക് നിയന്ത്രണം വിട്ടു. അവന്റെ കരങ്ങളിൽ അവൾ മുറുകെ പിടിച്ചു കരഞ്ഞു. അവശനായി കിടക്കുന്ന ഷിയാസിന് അവളുടെ കണ്ണുനീർ കാണാനേ കഴിഞ്ഞുള്ളൂ. അവളുടെ ആ കണ്ണുനീർ ഒപ്പാൻ അവന് കഴിഞ്ഞില്ല. എങ്കിലും മനസ്സുകൊണ്ടവൻ അവളോട് കരയരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പുറത്തു വന്നതും എങ്ങനെയുണ്ട് ഹസ്ബൻഡിന്? അയാൾ ആകുലതയോടെ ചോദിച്ചു. ഒരു മാറ്റവുമില്ല, അവൾ മറുപടി പറഞ്ഞു. പനി കുറഞ്ഞിട്ടുണ്ടാകില്ല, താൻ കരയില്ലേ, ഇത്രയും ഡോക്ടേഴ്സ് ഇവിടെ ഇല്ലേ, എല്ലാം വേഗം ശരിയാകും. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വീട്ടുകാരെങ്കിലും വരാൻ പറയാമായിരുന്നില്ലേ, തനിച്ചിവിടെ എങ്ങനെയാണ്? അയാൾ ചോദിച്ചു. ഞങ്ങൾക്കാരുമില്ല, അന്യമതത്തിലുള്ളവരെ കല്യാണം കഴിച്ചവർക്ക് ആരുണ്ടാകാനാണ്? അവൾ പറഞ്ഞു. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുമോ? അവൾ മടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെന്താ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, താൻ പോയിട്ട് വരൂ. അയാളുടെ ഉറപ്പിൽ അവൾ വേഗം വീട്ടിലേക്ക് പോയി. മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റിക്കുളിച്ച് കുറച്ച് സ്വർണവും ഡ്രസ്സും എടുത്തു. സ്വർണം ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കിയതിനു ശേഷം അധികം വൈകാതെ തന്നെ അവൾ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. ICUവിന് മുന്നിലെത്തിയതും സുഷമ അയാളോട് താങ്ക്സ് പറഞ്ഞു. നഴ്സ് എന്തെങ്കിലും പറഞ്ഞോ? അവൾ ചോദിച്ചു. രാവിലെ കഞ്ഞി കുറച്ച് കുടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പേര് പോലും ചോദിച്ചില്ല. പേരെന്താണ്? അക്ഷയ്. അയാൾ പറഞ്ഞു. വല്ലതും കഴിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല. എങ്കിൽ ഹസ്ബൻഡ് റിക്കവറായി വരുമ്പോഴേക്കും തന്നെ അഡ്മിറ്റ് ആക്കാനാകുമല്ലോ, അയാൾ പറഞ്ഞു. വായോ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാം, അയാൾ ചോദിച്ചു. അയാൾ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ ഒന്നും കഴിക്കാൻ പോകാൻ തയ്യാറായില്ല. എന്റെ ഷിയാസ് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഭക്ഷണം ഇറങ്ങും എന്നവൾ പറഞ്ഞു. ഒടുവിൽ അയാൾ പോയി ഒരു ചായയും കടിയും വാങ്ങിച്ചു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. സുഷമ ആ ചായ മാത്രം വാങ്ങിക്കുടിച്ചു. അനിയൻ എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞൊരു സർജറി പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ ഓക്കെ ആകും. നാളേക്ക് റൂമിലേക്ക് മാറ്റും, പക്ഷെ ഡിസ്ചാർജ് ആക്കുന്നില്ല. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വയ്യാതെ ആയാലോ? പിന്നെ അമ്മയെ ഏത് നേരവും കരച്ചിലുമായി ഇവനെ ടെൻഷനാക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ ഓരോരുത്തരായി കാണാൻ വന്ന് വല്ല പനിയോ മറ്റോ വന്ന ബുദ്ധിമുട്ടാകില്ലേ? ഇവിടെ ആകും സ്വസ്ഥമായിരിക്കാം. വീട്ടിലറിയിച്ചില്ലേ? അയാൾ ചോദിച്ചു. അറിയിച്ചു, പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു മക്കളില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ നാട് എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഞങ്ങൾ കല്യാണം കഴിച്ച് ബോംബെയിലേക്ക് പോയി അവിടെ ഒരു 6 മാസം നിന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്കും അച്ഛനമ്മമാരെ കാണാതിരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലേക്ക് തന്നെ വന്നു. അവർ സ്വീകരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അവരെ കാണാമല്ലോ എന്ന് കരുതി ഇവിടെ വന്നു.
പക്ഷേ ഇപ്പൊ സ്വന്തം നാട്ടിലേക്ക് വരരുതായിരുന്നെന്ന് മനസ്സിലായി. അറിയാത്ത നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നേനെ. അവൾ വേദനയോടെ പറഞ്ഞു. അതെങ്ങനെയാ? ലവ് മാരേജ് എന്നെ എന്തോ വലിയ പാപമായിട്ടാണ് ആളുകൾ കാണുന്നത്. പിന്നെ ഇന്ത്യ കാസ്റ്റ് കൂടി ആകുമ്പോൾ പറയണ്ട. ദൈവത്തിന് പോലും പ്രശ്നം ഉണ്ടാകില്ല, മനുഷ്യന്മാർക്കാണ് പ്രശ്നം മുഴുവൻ. സുഷമ അകത്തേക്ക് വരൂ. നേഴ്സ് സുഷമയെ വിളിച്ചു. എന്താ സിസ്റ്റർ? ആൾ ഇന്ന് കുറച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. ഭാര്യയെ കാണണം എന്നാണ് പറയുന്നത്. ഈ അസുഖത്തെ പറ്റിയൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ മുന്നിലെത്തുമ്പോൾ കുട്ടി കരയരുത്. അയാൾക്കുള്ള ധൈര്യം മുഴുവൻ കുട്ടി വേണം നൽകാൻ എന്ന് പറഞ്ഞ് സിസ്റ്റർ അവളെ ഷിയാസിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുഷമ ഷിയാസിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു. നെഞ്ച് പിടയുന്നുണ്ടായിരുന്നെങ്കിലും അവൾ പുറത്തേക്ക് ധൈര്യം സംഭരിച്ചുകൊണ്ട്, എന്താണ്, ഇവിടെ ഇഷ്ടമായോ? നമുക്ക് പോകണ്ടേ വീട്ടിലേക്ക്? അവൾ ചോദിച്ചു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഷിയാസിനെ തളർത്തി. നീ എന്തിനാ കരയുന്നത്? വെറുമൊരു പനിക്ക് നീ ഇത്രയേറെ? നിന്റെ മുഖം എനിക്ക് കാണാൻ കഴിയില്ല. എന്താണ് എനിക്ക് അസുഖം? ഷിയാസ് സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, പനി കുറച്ച് കൂടുതലാണ്. 2 ദിവസം കിടക്കണം. ഇന്നലെ ഉറങ്ങിയില്ല, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ, അല്ലാതെ വേറൊന്നുമില്ല, അവൾ പറഞ്ഞു. പനി വരുമ്പോഴെല്ലാം നീ എനിക്ക് നെറുകയിൽ തലോടി തരാറില്ലേ? എന്ത് ആശ്വാസമാണെന്നോ സുഖമായി ഉറങ്ങാൻ. ഇപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മയങ്ങുകയാണ് ഇവരുടെ മുന്നിൽ. നീ കുറച്ചു നേരം എൻ്റെ നെറുകയിൽ തലോടാമോ? ഷിയാസ്, ഇവിടെ അധികം നേരം എനിക്ക് നിൽക്കാൻ കഴിയില്ല. പ്ലീസ് സിസ്റ്റർ, അവൻ സിസ്റ്ററോട് അപേക്ഷിച്ചു. ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, കുട്ടി കുറച്ചു നേരം വേണേ ചെയ്തു കൊടുത്തോളൂ, നേഴ്സ് പറഞ്ഞു. അവൾ ഷിയാസിന്റെ നെറുകയിൽ പതിയെ തലോടി. വേഗം തന്നെ ഷിയാസ് ഉറങ്ങിത്തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈകളിൽ ഇറ്റു വീണു. പുറത്തെത്തിയതും അക്ഷയ് സുഷമയോട് കാര്യങ്ങൾ തിരക്കി. ICUവിന് മുന്നിലെ കസേരയിലേക്ക് അവൾ തകർന്നു വീണു. അക്ഷയ് എന്ത് പറയണം, എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നിസ്സഹായനായി അവൾക്കരികിലിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഷിയാസ് യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നു. അക്ഷയിന്റെ അനിയനെ റൂമിലേക്ക് മാറ്റിയെങ്കിലും അക്ഷയ് സുഷമയ്ക്ക് താങ്ങായി എപ്പോഴും കൂടെ നിന്നു. ദിവസങ്ങൾ കഴിയും തോറും സുഷമ തകർന്നു തുടങ്ങി. അവളുടെ അവസ്ഥ കണ്ട് അക്ഷയ് അവന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് സുഷമയുടെ കൂടെ നിർത്തി. ആരുമില്ലാത്തവൾക്ക് ആ അമ്മ വളരെയേറെ ആശ്വാസമായി. തന്റെ മകളെ പോലെ ആ അമ്മ അവളെ ചേർത്ത് നിർത്തി. ആ അമ്മയും ഷിയാസിന് ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കൽ പോലും സുഷമയുടെയോ ഷിയാസിന്റെയോ വീട്ടുകാർ ആരും അവരെ കാണാൻ വന്നില്ല. അക്ഷയും വീട്ടുകാരും അവരുടെ ആരുമില്ലാതിരുന്നിട്ട് കൂടി അവർ സുഷമയെയും ഷിയാസിനെയും ചേർത്ത് നിർത്തി. അവൾക്കൊരു താങ്ങായി നിന്നു. അധികം വൈകാതെ സുഷമയ്ക്കൊരു കാമുകനുണ്ടെന്നും അതറിഞ്ഞാണ് ഷിയാസിന് അസുഖം വന്നത് എന്നും കാമുകനാണ് ആശുപത്രിയിൽ അവളോടൊപ്പം എന്നൊക്കെയായി നാട്ടിലെ സംസാര വിഷയം. നാളുകൾ കഴിയും തോറും ഷിയാസിന്റെ അവസ്ഥ വളരെ മോശമായി. സുഷമ ഷിയാസിന്റെ വീട്ടിലേക്ക് പലകുറി വിളിച്ചു നോക്കി. അവർ ഫോൺ അറ്റൻഡ് ചെയ്തതുപോലുമില്ല. ഒരു ദിവസം ഷിയാസിന് സുഷമയെ കാണണമെന്ന് പറഞ്ഞ് സുഷമ ICUവിലേക്ക് പോയി. സുഷമയെ കണ്ടതും ഷിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. സുഷമയുടെ കൈ ചേർത്ത് പിടിച്ചു. അവൻ വിതുമ്പി. നീ തനിച്ചായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ വാക്കുകൾ മുറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കെന്നെ തനിച്ചാക്കി പോകാൻ കഴിയുമോ? എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ടിപ്പോൾ എൻ്റെ വിശ്വാസം തെറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയും. എൻ്റെ വീട്ടുകാരെ എനിക്കൊന്ന് കാണണം. ഷിയാസ് അവളോട് ദയനീയമായി യാചിച്ചു. ഞാൻ വിളിക്കാം. നീ തുടർന്ന് പഠിക്കണം, ഒരു ജോലി നേടണം. ഷിയാസിന്റെ ആവശ്യങ്ങളെല്ലാം സുഷമ സമ്മതിച്ചു. നീ എൻ്റെ നെറുകയിൽ തലോടി തരുമോ? എനിക്കുറക്കം വരുന്നു. സുഷമ ഷിയാസിനെ മടിയിൽ കിടത്തി നെറുകയിൽ പതിയെ തലോടി. ഷിയാസ് പതിയെ ഉറങ്ങി. സുഷമ വിളിച്ചാൽ വിളി കേൾക്കാത്ത ഉറക്കത്തിലേക്ക് ഷിയാസ് ആഴ്ന്നിറങ്ങി. ഷിയാസ് തന്നെ തനിച്ചാക്കി പോയെന്നറിഞ്ഞതും ആശുപത്രിയാകെ സുഷമയുടെ നിലവിളി ഉയർന്നു. അവളുടെ വിധിയെ പഴിച്ച് അവൾ അലമുറയിട്ട് അക്ഷയും അമ്മയും ചേർന്ന് അവളെ ഒരുവിധം ആംബുലൻസിൽ കയറ്റിയിരുത്തി. എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? അക്ഷയ് ചോദിച്ചു. ഞങ്ങൾക്ക് കുടുംബക്കാരാരുമില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയാൽ മതി എന്നവൾ പറഞ്ഞു. അക്ഷയും ആംബുലൻസ് ഡ്രൈവറും ചേർന്ന് ഷിയാസിന്റെ മൃതദേഹം വീടിന് മുന്നിൽ കൊണ്ടുവച്ചു. ഇനി എന്ത് എന്നറിയാതെ ഒരു ഭ്രാന്തിയെപ്പോലെ സുഷമ ഷിയാസിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്നു. ഷിയാസിന്റെ മരണവിവരം അറിഞ്ഞ് നാട്ടുകാർ ഓരോരുത്തരായി അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ഇതാണോ ഇവളുടെ കാമുകൻ? ഇവളുടെ അഴിഞ്ഞാട്ടം കണ്ട് മനസ്സുരുകി അച്ചക്കം മരിച്ചത് എന്ന് തുടങ്ങി പല കഥകളും അക്ഷയിനെയും സുഷമയെയും ചേർത്ത് അവിടെ ഓരോരുത്തരും അടക്കം പറഞ്ഞു.
അല്പസമയം കഴിഞ്ഞതും ഷിയാസിന്റെ വീട്ടുകാർ അവിടേക്ക് വന്നു. അവർ എത്തിയതും ഷിയാസ് സഹോദരൻ ഷിയാസിന്റെ മൃതദേഹത്തിന് മേലെ വീണ് പൊട്ടിക്കരഞ്ഞു. എന്റെ അനിയനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലടി. എങ്ങനെ നടന്ന കൊച്ചനാണ് നീ വശീകരിച്ചെടുത്ത് കൊലയ്ക്ക് കൊടുത്തില്ലടി. ഷിയാസിന്റെ ഉമ്മയും സുഷമയെ പഴിച്ചു കരഞ്ഞു. അവരെ പിടിച്ചു പുറത്താക്കാനുള്ള ദേഷ്യം അക്ഷയിന് തോന്നിയെങ്കിലും ആളുകളുടെ മുന്നിൽ സംയമനം പാലിച്ചു നിന്നു. മഹാപാപി, എന്നെ നിന്ന് എന്റെ മോനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി കൊന്നുകളഞ്ഞില്ലേ നീ. ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. ഇതിനാണോടി എന്റെ മോനെ നീ വശീകരിച്ചെടുത്തത്. നീ കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടിയല്ലടി എന്റെ മകൻ പോയത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരല്പം കരുണ കാണിച്ചുകൂടെ? അക്ഷയിന്റെ അമ്മ ഷിയാസിന്റെ ഉമ്മാനോട് പറഞ്ഞതും, നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ? എന്റെ മകനെയാണ് ഇവൾ വശീകരിച്ചെടുത്ത് കൊന്നത്. ഷിയാസിന്റെ ഉമ്മ അവരുടെ മേലെ ആക്രോശിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം തെറ്റാണ്. ഞാനും എന്റെ മകനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാ. ഈ കുട്ടിയുടെ വേദന ഞങ്ങൾ കണ്ടറിഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി ഈ കൊച്ചിനെ? അക്ഷയുടെ അമ്മ ചോദിച്ചു. ഓ, അപ്പൊ നാട്ടുകാർ പറയുന്നത് ശരിയാണ്. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? കെട്ടിയനുള്ള ഒരു പെണ്ണ് സ്വന്തം മകനെ വശീകരിച്ചെടുക്കാൻ കൂട്ടുനിന്നിരിക്കുന്ന ഒരമ്മ. ഷിയാസിന്റെ ഉമ്മ പറഞ്ഞു തീരുന്നതിന് മുൻപേ, തേവിടിച്ചി, ആരെ കാണിക്കാനാണ്ടി നിന്റെ ഈ അഭിനയം? അക്ഷയുടെ അമ്മയുടെ മടിയിൽ തകർന്നെടുക്കുന്ന സുഷമയോട് യാതൊരു ദയയുമില്ലാതെ ഷിയാസിന്റെ സഹോദരൻ ചോദിച്ചു. ആ കുട്ടി ആകെ തകർന്നിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വേണോ കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചുകൂടെ? അക്ഷയ് ഷിയാസിന്റെ സഹോദരനോട് പറഞ്ഞു. നീ ആരാടാ അതൊക്കെ പറയാൻ? നീ ആയിരിക്കും ഇവളുടെ കാമുകനല്ലേ? അമ്മയും മോനും കൂടി നാണമില്ലാത്ത വർഗങ്ങൾ. അയാൾ അക്ഷയിന്റെ മേലേക്ക് തട്ടിക്കയറിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് സുഷമ എണീറ്റ് കണ്ണുകൾ തുടച്ചുകൊണ്ട്, ദയവ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനാണ് ഈ കിടക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അവനോട് ഒരൽപ്പം കരുണ കാണിച്ചുകൂടെ? ദയവ് ചെയ്ത് നിങ്ങൾ സംയമനം പാലിക്കണം. അവന്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മളെല്ലാവരും ഒരുമിക്കുന്ന ദിവസം. അത് പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. ഇനി നമുക്ക് ഒരുമിച്ച് അവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാം. സുഷമ അവരോട് വേദനയോടെ യാചിച്ചു. നിന്റെ മനസ്സിൽ അന്ത്യകർമ്മങ്ങൾ എങ്ങനെയുള്ളതാണ് ഞങ്ങൾക്കറിയാം. അതും ഞാൻ എന്റെ മോനെ വിട്ടുതരില്ല. ഞങ്ങൾക്ക് അവൻ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞുവിടാൻ നന്നായി അറിയാം. ഞങ്ങൾ അവനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ഷിയാസിന്റെ ഉമ്മയും സഹോദരനും കൂടെ വന്നവരും കൂടി ഷിയാസിന്റെ മൃതദേഹം എടുക്കാൻ തുടങ്ങിയതും, എന്ത് അർഹതയാണ് നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാൻ? കുറെ നേരമായല്ലോ നിങ്ങൾ ഞാൻ അഴിഞ്ഞാടി നടക്കുന്നവളാണെന്നും എനിക്കൊരു കാമുകനുണ്ടെന്നും ഒക്കെ പറയുന്നു. ഇത്രയും നേരം ഇതെല്ലാം കേട്ട് ക്ഷമിച്ചിരുന്നത് അവന്റെ അവസാനത്തെ ആഗ്രഹം പോലും നിങ്ങളെ ഒന്ന് കാണണമെന്നായിരുന്നു. ഷിയാസ് നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാണ് മുംബൈയിൽ നിന്നും ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ സ്വഭാവം എന്താണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ദേ, ഇനി നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്. ഷിയാസിന്റെ ഉമ്മയാണ് ഞാൻ നോക്കില്ല. ഇതെന്റെ വീടാണ്. നോക്കിയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളി. എന്റെ സ്വഭാവം എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ പറയുന്നത്? ദാ, ഈ ചെറുപ്പക്കാരനെ ചേർത്ത് ഇല്ലാ കഥകൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ഷിയാസിന്റെ അവസ്ഥയെക്കുറിച്ച്? സുഷമ എല്ലാവരെയും നോക്കി പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു. അവൻ നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. നിങ്ങളൊന്ന് വരുമോ എന്ന് ഞാൻ കെഞ്ചിയില്ലേ? ഒരു വട്ടം നിങ്ങൾ ആരെങ്കിലും വന്നോ? ഒന്ന് വിളിച്ചു അന്വേഷിക്കുകയും ചെയ്തോ? നിങ്ങളൊരു ഉമ്മയല്ലേ? അവൻ നിങ്ങൾ പ്രസവിച്ചതല്ലേ? ഒന്ന് കാണണമെന്ന് നിങ്ങൾക്കെങ്കിലും തോന്നിയോ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തം മകനേക്കാൾ വലുത് ജാതിയും മതവും സമൂഹവുമാണ്. ഇപ്പൊ കാണിച്ചു കൂടുന്ന ഈ സ്നേഹവും വേദനയും അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ മകൻ കാണിക്കാമായിരുന്നില്ലേ? വലിയ ഏട്ടച്ചമ്മഞ്ഞ് വന്നതല്ലേ? ആശുപത്രി വന്ന് എന്നെ കാണണ്ട. ഒന്ന് വന്ന് സ്വന്തം കൂടെപ്പിറപ്പിനെ കാണാമായിരുന്നില്ലേ? നിന്റെ കൂട്ടുകാർ മുഴുവൻ സ്വന്തം ജാതിയിലുള്ളവരാണോ? ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചെന്ന് കരുതി കൂടെപ്പിറപ്പ് ഒരിക്കലും അന്യനാകില്ല. വന്നോ നീ? ഒന്ന് അന്വേഷിച്ചോ? ഒരക്ഷരം മിണ്ടാൻ നിനക്ക് അവകാശമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ അവർ വേണ്ട കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന്. നിങ്ങളെ ഒന്ന് കാണണമെന്നുള്ള അവന്റെ അവസാന നിമിഷത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാതെ നിങ്ങൾ അവന് വേണ്ടി എന്ത് കർമ്മം ചെയ്യാനാണ്? എന്ത് ചെയ്താലാണ് നിങ്ങൾ അവനോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവുക? പിന്നെ ഇവൻ എന്റെ കാമുകനാണെന്നല്ലേ നിങ്ങൾ എല്ലാവരുടെയും സംശയം? ഷിയാസിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചതല്ലേ? അടുത്ത വീട്ടിലെ ചേട്ടനോട് സുഷമ ചോദിച്ചു. നാട്ടുകാരായി നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളോടൊപ്പം ഈ നാട്ടിൽ കഴിഞ്ഞവരല്ലേ ഞങ്ങളും? അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഷിയാസിന്റെ വിവരം എന്താണ്? തനിച്ചൊരു പെൺകുട്ടി, അവളുടെ അവസ്ഥ എന്താണെന്ന് ഒരുത്തനെങ്കിലും അന്വേഷിച്ചോ? ഒരാളെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞോ? സുഷമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ഓരോരുത്തരോടുമായി ചോദിച്ചു. ആരോരുമില്ലാതെ നിസ്സഹായിയായി നിന്ന എനിക്ക് ഈ അമ്മയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആശുപത്രിയിൽ എനിക്ക് തുണയായിട്ട്. അക്ഷയ് അവന്റെ അനിയനെ ചികിത്സിക്കാൻ വന്നതാ. എന്റെ അവസ്ഥ കണ്ട് എന്റെ ഷിയാസിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ എന്റെ കൂടെ നിന്നു അക്ഷയ് അമ്മയും. ആശുപത്രി വെച്ച് കണ്ട പരിചയമേ ഉള്ളൂ ഇവരെനിക്ക്.
പക്ഷേ ഒരു കൂടെ പിറന്ന സഹോദരങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളെ അക്ഷയ് ചേർത്ത് നിർത്തി. അതൊന്നും നിങ്ങൾ കാണുന്ന അർത്ഥത്തിലല്ല. അതൊക്കെ എത്ര പറഞ്ഞു തന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. നിങ്ങളെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. ദൈവത്തിനും എൻ്റെ ഷിയാസിനും സത്യം അറിയാം. എനിക്കത് മതി. നിങ്ങളുടെയൊക്കെ മനസ്സ് നിറയെ പുഴുക്കുത്താണ്. സുഷമ പറഞ്ഞു നിർത്തി. സുഷമയുടെ വാക്കുകൾക്ക് ഒരാൾക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്ന സുഷമ ഷിയാസിന്റെ ഉമ്മാനോടും സഹോദരനോടുമായി പറഞ്ഞു, ഷിയാസിന്റെ മൃതദേഹം നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ തടയില്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാം. അവന്റെ അവസാന നിമിഷം വരെ അവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവന്റെ സ്നേഹം വേണ്ടുവോളം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. എന്റെ മടിയിൽ കിടന്ന് സമാധാനത്തോടു കൂടെ തന്നെയാ അവൻ യാത്രയായതും. എനിക്ക് അവന്റെ ഓർമ്മകൾ കൂടെയുണ്ട്. അതിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തറയിൽ ഷിയാസിന്റെ ജീവസറ്റ ശരീരം നോക്കി സുഷമ തളർന്നിരുന്നു. ഷിയാസിന്റെ മൃതദേഹവുമായി അവന്റെ വീട്ടുകാർ പോകാനൊരുങ്ങിയതും സുഷമ അലമുറയിട്ട് കരഞ്ഞു. അവളുടെ നിലവിളിയിൽ പ്രകൃതി തന്നെ വിറങ്ങലിച്ചു പോയി. പക്ഷേ അവളുടെ വികാരങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ആ മൃതദേഹവുമായി അവിടെ നിന്നും പോയി. ഷിയാസിനെയും കൊണ്ട് അവർ പോയതും ആളുകൾ ഓരോന്നായി അവിടെ നിറങ്ങി. ഒടുവിൽ തകർന്നു കിടക്കുന്ന സുഷമയുടെ അരികിൽ അക്ഷയും അമ്മയും മാത്രമായി. അവരുടെ ഇടയിൽ മൂകത തളം കിട്ടി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അക്ഷയ് അനിയന്റെ അടുത്തേക്ക് പോകാൻ നിന്നപ്പോൾ, അമ്മ പൊയ്ക്കോളൂ. ആരുമല്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്തില്ലേ, അമ്മ പൊയ്ക്കോളൂ, സുഷമ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അക്ഷയുടെ അമ്മ മകനോടൊപ്പം പോകാനൊരുങ്ങിയെങ്കിലും സുഷമയെ തനിച്ചാക്കി പോകാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അമ്മയോടൊപ്പം അവളുടെ വേദനകൾക്ക് കൂട്ടായി അക്ഷയുടെ അമ്മ അവിടെ തന്നെ ഇരുന്നു. പിറ്റേ ദിവസം അക്ഷയ് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായി സുഷമയുടെ വീട്ടിലേക്ക് വന്നു. അമ്മി സുഷമയോ? അക്ഷയ് ചോദിച്ചു. ഒരേ കിടപ്പ് തന്നെ, പാവം. അമ്മ മുറിയിൽ കിടക്കുന്ന സുഷമയെ നോക്കി പറഞ്ഞു. സുഷമയുടെ വീട്ടുകാരും വന്നില്ലേ? അക്ഷയ് അമ്മയോട് ചോദിച്ചു. ഒരാളും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് അന്വേഷിച്ചില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? എന്ത് തെറ്റ് ചെയ്താലും അവനവന്റെ മക്കൾക്കൊരു ആപത്ത് വന്ന നെഞ്ചു പിടിയാത്ത അച്ഛനമ്മമാരുണ്ടാകുമോ? പിന്നെ ഇത് പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ലല്ലോ ഈ കുട്ടി ചെയ്തത്, അക്ഷയുടെ അമ്മ പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ? അക്ഷയ് ചോദിച്ചു. അരി ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് കഞ്ഞി വെച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോ എന്തോ കുറച്ച് കൊത്തി കുറച്ച പോലെ 2 വറ്റ് തിന്നു. പാവം, അതിന്റെ അവസ്ഥ. ദൈവം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വിഷമത്തോടെ അമ്മ പറഞ്ഞു. നമ്മളും പോയാൽ പിന്നെ സുഷമയ്ക്ക് ആരുണ്ട് അല്ലേ? മോനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അമ്മ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് സുഷമയെ കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാ. നിനക്കെന്താ അഭിപ്രായം? അമ്മ മടിച്ചുകൊണ്ട് മകനോട് ചോദിച്ചു. അമ്മയുടെ തീരുമാനം എന്തോ അതെനിക്ക് സന്തോഷം തന്നെയാണ്. ആരോരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നന്മ തന്നെയല്ലേ അമ്മേ? അവർ സുഷമയുടെ അരികിൽ ചെന്നു. അക്ഷയും അമ്മയും കൂടി സുഷമയെ അവരുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. മോളെ, എനിക്ക് പെൺമക്കളൊന്നും ഇല്ല. മോളെ ഞാൻ ഒരു മകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മോൾ എന്നോടൊപ്പം വരണം. ഒരമ്മയും 2 സഹോദരങ്ങളും നിനക്ക് അവിടെ ഉണ്ടാകും, അമ്മ സുഷമയോട് പറഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി സന്തോഷം. പക്ഷെ അമ്മേ, എനിക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടും വരാൻ കഴിയില്ല. ഷിയാസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്യണം. അവന്റെ ഓർമ്മകളിൽ ഞങ്ങളുടെ ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചോളാം, സുഷമ മറുപടി പറഞ്ഞു. ഷിയാസ് പറഞ്ഞതെല്ലാം മോള് ചെയ്തോളൂ. പഠിക്കണം, ജോലിക്ക് പോകണം, ധൈര്യത്തോടെ ജീവിക്കണം. ഇവിടെ ഇടയ്ക്ക് വരാലോ. മോൾ എന്നോടൊപ്പം പോരൂ. ഇവിടെ തനിച്ച് ഈ വീട്ടിൽ എങ്ങനെയാ മോളെ? നിന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇല്ലമ്മേ, അമ്മിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി കേട്ടില്ലേ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നു എന്ന് കൂടി ഈ നാട്ടുകാരെ അറിഞ്ഞാൽ അക്ഷയ്ക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? അക്ഷയുടെ അനിയന് നല്ലൊരു ജീവിതം വേണ്ടേ? ഇതെല്ലാം ഞാൻ കാരണം നശിക്കാൻ പാടില്ല. നാട്ടുകാർ പറയുന്നത് പോലെയാണോ മോൾ ഇതുവരെ ജീവിച്ചത്? ഈ നാട്ടുകാരിൽ ഒരാളെങ്കിലും മോൾക്കൊരു സഹായത്തിനുണ്ടായോ? അവരുടെ കാര്യങ്ങൾ മോൾ നോക്കണ്ട. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മോൾക്ക് ഞങ്ങളോടൊപ്പം വരുന്നതിൽ എന്താണ് പ്രശ്നം? അമ്മ ചോദിച്ചു. വേണ്ടമ്മ, ഞാൻ വരുന്നത് ശരിയല്ല. അമ്മയ്ക്കും അക്ഷയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെന്നല്ല, വരണം. എനിക്കിനിയും നിങ്ങളുടെ സ്നേഹവും സഹായവും എപ്പോഴും വേണം. അതല്ലാതെ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നത് ശരിയല്ല. അത് അക്ഷയുടെ ജീവിതത്തെ ബാധിക്കുകയുള്ളൂ. ഈ സമൂഹവും അത്രയും ദുഷിച്ചതാണ്. മനസ്സിന് ഒരുപാട് നന്മയുള്ള അക്ഷയുടെ ജീവിതം ഞാൻ കാരണം തകരരുത്. അമ്മ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അക്ഷയും അമ്മയും എത്ര നിർബന്ധിച്ചിട്ടും സുഷമ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. ഒടുവിൽ അക്ഷയും അമ്മയും അവിടെ നിന്നും ഇറങ്ങാൻ നേരം, സുഷമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം, എന്താവശ്യത്തിനും.
അതുപോലെ ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടായാലും വിളിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. അക്ഷയ് പറഞ്ഞു. സുഷമ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവളെടുത്ത തീരുമാനം തന്നെയാണ് ഉചിതമെന്ന് അവൾക്കുറപ്പായിരുന്നു. അക്ഷയും അമ്മയും അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അവർ പോകുന്നതും നോക്കി സുഷമ ഉമ്മറപ്പടിയിൽ ഏകയായി നിന്നു. ഈ ചെറുകഥ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.